ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം എവിടം വരെ നമ്മൾ വായിച്ചത്? അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ പിതാവിനെ വണങ്ങി അവിടുന്ന് യാത്ര തിരിച്ചു. സുമന്ത്രരും തേര് തെളിച്ച് തമസാ നദിയുടെ വരെ വന്നു. അവിടുത്തെ ജനങ്ങളൊക്കെ കരഞ്ഞും നിൽക്കൂ രാമാ രാമാന്ന് പറഞ്ഞ് പുറകേ വന്നു. എല്ലാവരും തമസാ നദിയുടെ ഭാഗത്ത് ദിശാമുഖം, അതായത് രാത്രി സന്ധ്യയായി. അപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ അവർ അവിടെ തളർന്നു കിടന്നു. എല്ലാവരും ക്ഷീണിച്ച് ഉറക്കമായപ്പോൾ ശ്രീരാമഭഗവാൻ സുമന്ത്രനോട് പറഞ്ഞു, തേര് തെളിക്കൂ, നമുക്ക് നേരം പ്രഭാതമായാൽ ഇവർ നമ്മളെ വിടത്തില്ല, അവർ കരഞ്ഞും വിളിച്ചും നമുക്ക് പോകാനുള്ള തടസ്സമുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവർ ഉറക്കമായി, നമുക്ക് പോകാം, ബോധമില്ലാതെ ഉറങ്ങുകയാണല്ലോ. അതുകൊണ്ട് അതിനിടയ്ക്ക് വെച്ച് സുമന്ത്രരെ തേര് തെളിച്ചു. അതിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടെ യാത്രയായി. അവർ നേരം വെളുത്ത് മറ്റുള്ളവർ ഉണർന്നു നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടില്ല. അവർ കരഞ്ഞു. അവസാനം അവരവരുടെ പുരത്തിലേക്ക് പോയി. നിത്യേന അവരുടെ പുരത്തിൽ താമസിച്ചും കൊണ്ട് പുത്രമിത്രങ്ങളോടെല്ലാം ചേർന്ന് ശ്രീരാമ ഭഗവാനെയും സീതയും എപ്പോഴും ദിനം ദിനം അവർ ചിന്തിച്ചു കൊണ്ടേ കഴിഞ്ഞുകൂടി. അപ്പോൾ ഇവിടെ അവിടുന്ന് യാത്രയായി പിന്നെ ചെന്നത് എവിടെയാ? ഗുഹൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ശൃംഗിവേരിൻ്റെ അടുത്ത് ഗുഹൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ, ശ്രീരാമൻ്റെ അതേ പ്രായത്തിലുള്ള സുഹൃത്താണ്. അവിടെയാണ് പിന്നെ ചെല്ലുന്നത്. നമുക്ക് അവിടെ തൊട്ടാണ് ഗുഹസംഗമം തൊട്ടാണ് വായിക്കേണ്ടുന്നത്. നമുക്കത് തുടങ്ങാം. നമ്മൾ ഒടുക്കം വായിച്ച് നിർത്തിയത് മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടമ്പുക്ക് ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗിവേരെ വിദൂരെ മരുവീടിനാൻ. അവിടുന്ന് യാത്ര തിരിച്ചിട്ട് അവിടെ ശൃംഗിവേരത്തിനടുത്ത് വന്നു. ശൃംഗിവേരെ വിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ. അങ്ങനെ അവിടെ വന്നു. അങ്ങനെയാണ് ഗുഹൻ അറിയുന്നു ശ്രീരാമ ഭഗവാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം ആമോദം കൊണ്ട് മഹോത്സവം പോലെ കൊണ്ടാടുവാണ് ഗുഹൻ. അത്രമാത്രം സന്തോഷമാണ്. സുഹൃത്താണ്, ഒരേ സമപ്രായക്കാരാണ്. അങ്ങനെ ഭഗവാനെ അവിടെ ആദരിക്കാനും അവിടെ ഫലങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങളും എല്ലാം വന്ന് പക്വ മനസ്സോടുകൂടി എങ്ങനെയാണ് ശ്രീരാമഭഗവാനെ അനുഗമിക്കുമ്പോൾ ഏത് മനസ്സാ വേണ്ടേ? ശ്രീരാമദേവൻ അത്രമാത്രം ഗുണഗണങ്ങളുള്ള ഒരു ദേവനാണ്. അപ്പോൾ അതിനൊത്തൊരു പക്വ മനസ്സോടുകൊണ്ടാ അങ്ങനെ തീർന്ന് എല്ലാം ഒരുക്കി ആഘോഷമായിട്ട് തന്നെ ഒരു സന്തോഷപൂർവ്വം കൊണ്ടാടുന്ന രീതിയിലാണ് അദ്ദേഹം ഒരുങ്ങിയത്. നമുക്കത് വായിക്കാം. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. രാമ ആഗമനം, ശ്രീരാമൻ വരുന്നെന്നുള്ള അത് മഹോത്സവം എത്രയും ഉത്സവത്തോടുകൂടി സന്തോഷത്തോടുകൂടി കേട്ട് ഗുഹൻ. തഥാ അപ്പോഴെന്ത് ചെയ്തു? സ്വാമിയാ ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോട് ഭക്തൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്നു. രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. അങ്ങനെ ഭക്തിയാ സന്തോഷത്തോടുകൂടി, ഇഷ്ടവയസ്സനാണ്, ഒരേ പ്രായക്കാർ, രാമൻ തിരുവടിയെ കണ്ട് വന്ദിപ്പാൻ പക്വമായൊരു മനസ്സുണ്ടാക്കിയെടുത്തു. അത്രമാത്രം ഭക്തിപൂർവം. കാരണം എന്താണ്?
ശ്രീരാമദേവൻ അത്ര ഗുണഗണങ്ങൾ എല്ലാ പൗരജനങ്ങൾക്കും ഭഗവാനെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാജ്യഭാരം പിതാവ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കാമെന്ന് വെച്ചത്. കാരണം ജനങ്ങൾക്കെല്ലാം സന്തോഷമാണ്. എല്ലാവരോടും ഭഗവാൻ അങ്ങനെയാണ് ശ്രീരാമൻ. അതുകൊണ്ട് അങ്ങനൊരു മനസ്സോടുകൂടി തന്നെ ഉഹനും ഭക്തൈവ സത്വരം പക്വഫല മധു പുഷ്പാദികളെല്ലാം ഒരുക്കി വച്ചു. എവിടെ കൊണ്ടുവച്ചു? കൈക്കൊണ്ട് ഇതെല്ലാം കയ്യിലെടുത്ത് രാമാഗ്രേ ഭഗവാന്റെ ആ അടുക്ക തന്നെ കൊണ്ട് വിനിക്ഷിപ്യ അവിടെ കൊണ്ട് വച്ചു. ഭഗവാൻ അടുക്ക തന്നെ വച്ചിട്ട് ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. വീണു, കാരണം വീണ് തൊഴുക എന്ന് വെച്ചാൽ ദണ്ഡ നമസ്കാരം എന്ന് അതിന് പറയാം. ഭഗവാന്റെ പാദത്തിൽ കമന്ന് വീണ് കിടന്ന് നമസ്കാരം ചെയ്തിട്ട് അപ്പോൾ ശ്രീരാമദേവൻ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു. വക്ഷസി തുഷ്ടിയാ ദൃഢം അണച്ച് ആശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രസനവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. പെട്ടെന്ന് തന്നെ ശ്രീരാമദേവൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വക്ഷസി നെഞ്ചോട് ചേർത്ത് വെച്ച് തുഷ്ടിയാ ദൃഢം അണച്ച് ആശ്ലേഷമൊക്കെ ചെയ്ത് മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം അത്ര മധുരമായ രീതിയിൽ മന്ദേതരം കുശലപ്രശ്നമൊക്കെ ചെയ്തു. സന്തോഷത്തോടെ, അത്ര ആഘോഷത്തോടുകൂടി, അത്രമാത്രം സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി നമ്മളത് മനസ്സിലാക്കണം. ഒരു ഈശ്വരനാണെന്നൊന്നും ഗുഹൻ അറിയത്തില്ല, പക്ഷേ ഒരു മഹാത്മാവാണ്. അത്രമാത്രം ജനങ്ങൾക്ക് മൊത്തം അംഗീകാരവും എല്ലാം കൊണ്ടും ഗുണഗണങ്ങളുള്ള ഒരു ശ്രീരാമദേവനാണെന്ന്, ഒരു ദേവന് തുല്യമാണെന്ന്, ഈശ്വരനാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ ആകണം അത് വിട്ടം പൊട്ടിച്ചിട്ടില്ല. അന്ന് അവിടുന്ന് പുറപ്പെടുന്നതിനന്ന് രാത്രിയിലാണ് ഈ വിവരം വസിഷ്ഠ മഹാമുനി നാരദ മഹാമുനിനെ ചെന്നതും വിവരങ്ങളെല്ലാം അവിടെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അത് ഇത്രയും പെട്ടെന്ന് ഇനി വെളിയിലോട്ട് വരാനുള്ള സാഹചര്യം ആയില്ല. അത് പരമാത്മാവാണ് ഈ ശ്രീരാമനെന്നും ഭഗവതിയാണ് സീത എന്നൊന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാ ഗുണങ്ങളും നിറഞ്ഞ് ഒരു ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അത്രമാത്രം ഇഷ്ടമുള്ളൊരു തിരുവടിയാണ് ശ്രീരാമൻ എന്ന് അറിയാം. അതുകൊണ്ടാണ് അവിടെ അത്രമാത്രം മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നമൊക്കെ ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് ഗുഹനും പുര ചെയ്തു. അഞ്ജലി പൂണ്ട് അത്രത്തോളം തൊഴുത് ഭക്തിയോടുകൂടി പറയുന്നു. എന്താ ഗുഹൻ പറയുന്നത്? ധന്യനായേനടിയുന്നു കേവലം ഇന്ന് ഞാൻ ധന്യനായി, അത്രമാത്രം ആനന്ദമായി, സന്തോഷമായി. കാരണം ഇങ്ങനൊരു സംഗമം, ഇങ്ങനെ കൂടിക്കാഴ്ച വിചാരിച്ചിരുന്നതല്ല. ഇത്രയും മഹാത്മ്യമുള്ള ഒരു മഹാത്മാവിൻ്റെ കൂടിക്കാഴ്ച നമ്മളത് പ്രതീക്ഷിക്കാതെ ഓരോ സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മുമ്പിൽ ഇതുപോലെ മഹാത്മാക്കളായ സന്യാസിമാരോ യഥാർത്ഥമായ ഒരു ഗുരുവൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അയ്യോ വിചാരിച്ചിരിക്കാതെ വന്ന് എത്ര ധന്യനായി ഞാൻ എന്ന് നമ്മളും പറയുന്നത് പോലെ ഇവിടെ ധന്യനായി നടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം ഞാൻ. അതായത് കാട്ടാള വംശമാണ് ഈ ഗുഹൻ. അതുകൊണ്ട് എൻ്റെ വംശവും ധന്യം നന്മയായി കേവലം പാവനമായി. നൈഷാദമായുള്ള രാജ്യം ഇത് ഒരു ദൂഷണഹീന അധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. ദൂഷണഹീനം, അതായത് ദൂഷണമില്ലാത്ത, ഹീനം ഇല്ല, ദൂഷണങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഈ ഗുഹൻ്റെ രാജ്യം. അത് ദൂഷണഹീനം അധീനമല്ലോ. അപ്പം അത്രമാത്രം ദൂഷണങ്ങളൊന്നും ഇല്ലാത്ത അധീനമായ ഒരു അങ്ങനെ ഒരു ആ രാജ്യത്ത് തവ അങ്ങയുടെ കിങ്കരനാം അടിയൻ, അങ്ങയുടെ ദാസനായ കിങ്കരൻ പരമാത്മാവായ ശ്രീരാമൻ്റെ ദാസനായ കിങ്കരനാം അടിയനെയും ഈ രാജ്യവും ഈ കാട്ടാള വംശം, അതായത് നൈഷാദ ജന്മം വെച്ചാൽ കാട്ടാള ജന്മം. അപ്പോൾ അങ്ങനെയുള്ള വംശവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളണം. എന്നെയും എൻ്റെ രാജ്യവും സർവ്വതും അങ്ങ് അവിടുന്ന് അടിയനായ എന്നെയും, അതായത് ഈ ഗുഹനെയും എൻ്റെ രാജ്യവും, അതായത് കാട്ടാള വംശവും അവിടുന്ന് സങ്കടം കൂടാതെ നമുക്ക് സന്തോഷമായിരിക്കത്തക്കവണ്ണം ഭഗവാനെ അങ്ങ് തിരുവടി അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഗുഹൻ പ്രാർത്ഥിക്കുന്നത്. അത്രത്തോളം സന്തോഷവും സ്നേഹവും ഭക്തിയും വിശ്വാസവും എല്ലാം കൂടെ ചേർന്നൊരു പക്വ മനസ്സും, അങ്ങനെയാണ് അവിടെ പ്രാർത്ഥന ആ ഗുഹൻ്റെ. അത് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെന്ന്. നല്ല മനസ്സ്,
പക്വതയുള്ള മനസ്സാക്കി പരമാത്മാവായ ശ്രീരാമനെ ഫലങ്ങൾ പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെയായി ചെന്ന് അഞ്ജലീബദ്ധനായി അതിനു മുമ്പേ വീണ് നമസ്കാരം ചെയ്തു. രണ്ടുപേരും ഭഗവാൻ പെട്ടെന്ന് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭക്ഷസ് ചേർത്ത് പുണർന്നു. സന്തോഷകരമായിട്ട് പറയുന്നു, അങ്ങയുടെ അടിയനായ എന്നെയും എൻ്റെ രാജ്യത്തെയും സങ്കടം കൂടാതെ രക്ഷിക്കണമേ. ഞാനും എൻ്റെ രാജ്യവും പാവനമായി തീർന്നു തിരുവടിയുടെ ആഗമനത്തോടു കൂടി. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥന. ഇതാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കുക. ഗുഹൻ സാധാരണ ഒരു കാട്ടാള വംശജനാണ്. നമ്മളൊക്കെ ചിന്തിക്കണം, നമുക്ക് അതിനേക്കാൾ ഉപരിയുള്ള ഒരു വംശജരാണെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്നതെന്ന് ഇത് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ കിങ്കരനാമടിയനെയും ഭഗവാനെ അങ്ങയുടെ ദാസൻ എന്ന് നമ്മൾ സങ്കല്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് രക്ഷിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോകും. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഇവിടെ വല്ല വിഷമം ഉണ്ടാവുമോ? നമ്മുടെ രാജ്യത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടാവുമോ? സർവ്വപേരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേൾക്കത്തില്ലേ? ഇതങ്ങനെയാണോ നമ്മുടെ രാജ്യം നിലകൊള്ളുന്നത്? അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. കാരണം ആർക്കും വേണ്ട ഈശ്വരനെ. എങ്ങനെയെങ്കിലും തിന്നും കുടിച്ചും കിടക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ലോകത്തിനുള്ളൂ. നല്ലൊരു പക്വതയുള്ള മനസ്സില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല. സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്ത ഒരു വീടും കുടുംബം നന്നാവുന്നത് എങ്ങനെയാ? മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കണ്ടേ? എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും പിതാവിൻ്റെ ഒരേ ഒരു മാതാപിതാവിൻ്റെ, അതായത് ശിവശക്തിയായിരിക്കുന്ന ആ പരമാത്മാവ്, ചൈതന്യമൂർത്തിയായിരിക്കുന്ന അരൂപിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ സന്തതികളാണ് ലോകത്തുള്ള എല്ലാ സർവ്വജീവജാലങ്ങളും. എല്ലാവർക്കും ഈ ഭൂമി ഒരേ തുല്യമാണ്. ആർക്കും ഇവിടെ വേർതിരിവില്ലാതാണ് പരമാത്മാവ് ഇവിടെ വസിക്കും. നമ്മളെല്ലാം തീറ്റിപ്പോറ്റുന്നതും നമുക്ക് വായുവും വെള്ളവും സൂര്യപ്രകാശവും എല്ലാം തന്ന് ആർക്കും പക്ഷാഭേദമില്ല. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് മാത്രമേ മൃഗങ്ങളെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. മൃഗങ്ങൾക്ക് എത്രമാത്രം അവർക്ക് അവരുടെ സഹജീവികളോടല്ല മറ്റ് ജീവികളോടാണ് അവർക്ക് കൃപ. ഞാനിപ്പോൾ ഇതിനകത്തൂടെ കാണുന്നു, ഒരു നായ മറ്റ് ജീവജാലങ്ങൾക്ക് അമ്മയൊക്കെ ഇല്ലാതെ വന്ന ആ കുട്ടികൾക്ക് പാല് കൊടുത്ത് അവരെ സൂക്ഷിച്ച് സന്തോഷിച്ച് വളർത്തും. സിംഹം പോലും അങ്ങനെയാണ് കൊണ്ട് നടക്കുക. മറ്റ് മാനിൻ്റെ കുട്ടികളെയൊക്കെ അവന് വിശപ്പുള്ളതുകൊണ്ട് അവർ പിടിച്ച് തിന്നല്ലേ പറ്റൂ. തള്ളയെ കിട്ടാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ടു നടക്കും. പിന്നെ ആ കുഞ്ഞിനെ അവരുടെ ഉത്തരവാദിത്വമായി ആ സിംഹത്തിൻ്റെ. എത്രമാത്രം സ്നേഹത്തോടെ അതിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തെന്താ മനുഷ്യർക്ക് ഒരു കുഞ്ഞ് വഴിയിലെങ്ങനെ ആയിപ്പോയാൽ അത് നമുക്കെന്താണ്, അത് ഏതോ ഒരു കുട്ടി, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരാണെന്ന്. എങ്ങനെ ഈ ലോകം നന്നാവും? അതുകൊണ്ട് സങ്കടം കൂടാതെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ ആ ഗുഹൻ പ്രാർത്ഥിക്കുന്നത് ശ്രീരാമനോട്. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം അത്ര വസിച്ചരുളിയിടണം. അതുകൊണ്ട് ഇവിടെ സന്തോഷം ഉൾക്കൊണ്ട് ഇവിടെ നിന്തിരുവടി ഇവിടെ ഞങ്ങൾക്ക് സന്തതം എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണം. അന്തപുരമ ശുദ്ധമാക്കിയിടണം അന്തർമുത പാദപത്മരേണുക്കളാൽ. ഭഗവാന്റെ തിരുവടിയായിരുന്ന ശ്രീരാമ ഭഗവാന്റെ കാലിലെ ആ എന്താ പറയുക പൊടി രേണു പാദത്തിൽ സ്പർശിച്ചിരിക്കുന്ന പൊടികൾ കൊണ്ട് ഇവിടെ എൻ്റെ ഈ അന്തപുരം ശുദ്ധമാക്കണം. ഇവിടെ ഈ ഗൃഹവും ഈ പരിസരവും ഈ സമൂഹവും ഈ രാജ്യവും പോരാഞ്ഞിട്ടോ അന്തപുരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് അതുവരെ ശുദ്ധമാക്കുക എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഭവനം മാത്രമല്ല, ലോകം മൊത്തവും അവിടെ രാജ്യം മൊത്തവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ ഭവനവും ഭഗവാന്റെ പാദരേണുക്കൾ കൊണ്ടിവിടെ ശുദ്ധമാക്കണം, പാവനമാക്കണം. അപ്പം ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് വരും? അന്തപുരം അദ്ദേഹത്തിൻ്റെ ഉള്ളിനകത്തും പരിശുദ്ധമാവും, പാവനമാവും. അപ്പോൾ അതിൽ ശ്രീരാം ഭഗവാൻ ഗുഹനും ഒന്നായി മാറും. അന്തപുരം ശുദ്ധമാക്കുമ്പോൾ ഭഗവാൻ അതിനകത്ത് വസിക്കാം. ഹനുമാന്റെ ഉള്ളിൽ എങ്ങനെയാണ് ശ്രീരാമനും സീതയും വസിക്കുന്നത്, അത് തന്നെയാണ് ഗുഹനും ആഗ്രഹിക്കുന്നത്. എൻ്റെ അന്തപുരം പാവനമാക്കണം അങ്ങയുടെ പത്മരേണുക്കളാൽ, പാദത്തിൻ്റെ പൊടികളാൽ എന്നൂടെ പ്രാർത്ഥിക്കുന്ന നമ്മളും വിചാരിക്കണം. ഈശ്വരൻ പരമാത്മാവ് പല രീതിയിൽ പല വേഷത്തിൽ നമ്മളിൽ വരും, നമ്മുടെ അടുക്ക വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതൊരു മഹാത്മാവാണോ, ഒരു ഭക്തനാണോ, ഈശ്വരൻ തുല്യനക്കാരനാണോ?
അയ്യോ അത് നമുക്കും പ്രാർത്ഥിക്കണം, ഭഗവാനെ അവിടുന്ന് വിട്ടതാണോ ഈ സന്യാസി അല്ലെങ്കിൽ ഈ ഒരു ഭക്തനെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദരേണുക്കൾ ഇവിടെ വീണാൽ നമ്മുടെ വീടും ഭവനവും, അതായത് ഭവനവും നമ്മുടെ ഹൃദയവും നമ്മുടെ എല്ലാം പരിപാവനമാവും. അപ്പോൾ ഈശ്വരൻ തന്നെ അഥവാ ഒരു നല്ല മനുഷ്യനല്ല, ഒരു ശുദ്ധാത്മാവ് അല്ലെങ്കിൽ കൂടി അതിലപ്പോൾ ഭഗവാൻ വസിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥന പോലെയാണ് ഭവിക്കുന്നത്. എന്ത് ദുഷ്ടത്തരമുള്ള ആളായാലും നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഇവിടെ വന്നാൽ നമ്മുടെ മനസ്സെന്താ ചിന്തിക്കുന്നത്? ഓ അവനെ ദുഷ്ടനാ, അവനെ അടിച്ചോടിക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ സംഭവിക്കും. നമ്മൾ അദ്ദേഹത്തിനെ കണ്ട് ഇത് ഈശ്വരൻ വിട്ട ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിനെ നമ്മൾ ഉൾക്കാഴ്ച കൊണ്ട് കാണുമ്പോൾ അതിൽ ഭഗവാനാണ് വസിക്കുന്നത്. സർവ്വദുഷ്ടരിലും സർവ്വജീവനിലും ഈശ്വരനാണ് വസിക്കുന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, നമ്മുടെ ഭാവന പോലെ ഭവിക്കുന്നത്. ഒരു ദുഷ്ടനെ പോലും മഹാത്മാവാക്കി എടുക്കുന്നത് നമ്മുടെ ഭാവനയാണ്. ഒരു ദുഷ്ടൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ അത് ഈശ്വരൻ വിട്ട ഒരു ശുദ്ധാത്മാവായിരിക്കും, നമുക്കതിനെ പൂജിക്കണം, അത് നമ്മൾക്ക് ഈശ്വരൻ തന്നെയാണ് നമുക്കായിട്ട് വന്നത്. നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും ശുദ്ധമാക്കാനാണ് നമ്മൾ അതിനെ സൽക്കരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എന്താണ് അപ്പോഴുണ്ടാകുന്ന അവസ്ഥ, അത് ഈശ്വരനാണ് കാണുന്നത്. അപ്പോൾ ആ ദുഷ്ടൻ്റെ മനസ്സിൽ കൂടി ദുഷ്ടതരം വരാതെ ഈശ്വരനായിട്ട് അവിടെ പ്രവർത്തനം ചെയ്യും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെല്ലാവരെയും സമദൃഷ്ടിയോടെ കണ്ടാൽ, വേറുകൃത്യമില്ലാതെ ഞാനെന്ന നീ എന്നുള്ള ഭേദഭാവം കൂടാതെ നമ്മൾ കാണുമ്പോൾ എല്ലാം ഈശ്വരമയമാണ്, സർവ്വതിലും ഈശ്വരനാണ്, ഒന്നും അല്ലാതില്ല. സർവ്വസൃഷ്ടിയും നന്മയും തിന്മയും എല്ലാം പരമാത്മാവിൻ്റെയാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ഇട്ടേക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു ദുഷ്ടനെ വിട്ടാലും നമുക്ക് വേണ്ടി, ഒരു നന്മയുള്ള ഒരാളിനെ വിട്ടാലും നമുക്ക് വേണ്ടി. എന്താ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പരമാത്മാവ് സർവ്വതും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചേക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ? നമ്മുടെ മനസ്സല്ലേ ഇതിനെല്ലാം കാരണം, സുഖത്തിനും ദുഃഖത്തിനും കാരണം നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ, അദ്ദേഹം അവിടെ കൊണ്ടുവച്ച് ഭഗവാനടുക്കൽ വെച്ച ആ ഫലങ്ങളെല്ലാം പരിഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടുകൂടിയാ കൊടുക്കുന്നത്, അല്ല വെറുതെ കൊണ്ടുവെക്കുമല്ല. ഭഗവാനെ ശ്രീരാമ ദേവ, മൂലഫലങ്ങൾ ഞാനവിടെ വച്ച് മൂലഫലങ്ങളെല്ലാം അവിടുന്ന് കൈക്കൊള്ളണമേ. കാലേ കനിവോട് അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. അതായത് പുഞ്ചിരിയോടുകൂടി മോഹിപ്പിക്കുന്ന, അത്ര സന്തോഷം മാത്രമല്ല മോഹിപ്പിക്കും, ആഗ്രഹിപ്പിക്കുന്ന കണക്കുള്ള ഒരു പുഞ്ചിരി കൊടുത്തിട്ട് ഭഗവാൻ പറയുന്നു, കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സുഹൃത്തേ കേൾക്കൂ ഞാൻ പറയുന്നത്, സൗഖ്യം അതിൽ പരമില്ല എനിക്കേതുമേ. ഇത്രയെല്ലാം സന്തോഷത്തോട് തരുന്ന ആ മൂലഫലങ്ങളും ആ ഭഗവാനെ നമിച്ചതും, കാരണം ദണ്ഡ നമസ്കാരം ചെയ്തതും ഈ രാജ്യവും അടിയനെയും സന്തോഷ രീതിയിൽ സങ്കടം കൂടാതെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സൗഖ്യം അതിൽ പരമില്ല എനിക്ക്. ശ്രീരാമൻ പറയുന്നു, കേൾക്ക നീ എൻ്റെ വാക്യം മതീയം മമ സഖേ, എൻ്റെ സുഹൃത്തേ, എനിക്കിതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. അത്രത്തോളം സന്തോഷമായി. കാരണം പരമാത്മാവ് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം ഭവനത്തിൽ നിന്ന്, സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും എല്ലാം ഇടയിൽ നിന്ന് എന്തായാലും മനുഷ്യ ജന്മം എടുത്തതല്ലേ. പരമാത്മാവാണെങ്കിലും അവിടുന്ന് ഹൃദയത്തിൽ ഒതുക്കി വേദനകളെല്ലാം എന്തിനാ അവതരിച്ചത്? ലോക നന്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പോൾ എന്നാലും കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് 14 വർഷം അമ്മയും അച്ഛനും അങ്ങനെയാണല്ലോ. അവിടുന്ന് പിരിയുമ്പോൾ ഉള്ളിലെല്ലാം അടക്കി. അപ്പോൾ അവിടുന്ന് ഒരു സമാധാനം ഇവിടെ വന്നപ്പോൾ കിട്ടി, ഈ ഗുഹൻ്റെ അടുക്കൽ നിന്ന് കിട്ടി. അതാ നമ്മൾ ചിന്തിക്കണം. നമുക്കുള്ള വീട്ടിൽ നമ്മുടെ അമ്മയോ അച്ഛനോ, അതല്ല നമ്മൾ മുതിർന്നവരാണ് നമ്മുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ സഖികളോ അല്ല അയൽക്കാരോ നമ്മളെ വിഷമിപ്പിച്ചാൽ നമുക്ക് ഒരാളെങ്കിലും കാണും ആശ്വാസത്തിന്. അത് ഈശ്വരൻ വിടുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി പരമാത്മാവ് നേരത്തെ കൂട്ടി തന്നെ ഒരാളിനെ അവിടെ വച്ചേക്കും എവിടെങ്കിലും. നമുക്ക് അപ്പോൾ തന്നെ ആശ്വാസം പകർന്നു തരും. എത്ര മനുഷ്യജന്മമല്ലേ, എത്ര നമുക്ക് എല്ലാത്തിനും വിരമിച്ചെന്ന് പറഞ്ഞാലും ചില സാഹചര്യത്തിൽ ചില സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തിന് പകരം സങ്കടം ഉണ്ടാക്കി തരും. അപ്പോൾ ആശ്വാസം പകരാൻ പരമാത്മാവ് മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ രൂപത്തിലോ എന്തെങ്കിലും ഒരു ആശ്വാസം നമുക്ക് സന്തോഷിക്കാൻ തരും. അതുപോലെ ഇവിടെ പരമാത്മാവായ ശ്രീരാമന് കൊടുത്തു. എന്താ? മുക്തഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ, കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. കേൾക്കൂ സുഹൃത്തേ, ഇത്രയെല്ലാം സൗഖ്യത്തോടെ എനിക്ക് ഇത്ര സൗഖ്യം, ഇത്ര സന്തോഷം ഇതിൽ പറയാൻ എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല. എന്താ കാരണം? പരമാത്മാവ് അവിടെ ഒരു രാത്രിയിൽ തമസാ നദീതീരത്ത് കിടന്നു. അവിടെ കിടന്ന് ജനങ്ങളെല്ലാം കരയോന്ന് പഠിച്ച് ഭയന്ന് ഉറങ്ങാതെ തന്നെ അവരവിടുന്ന് തിരിച്ചു. ജനങ്ങൾ എണീറ്റ് നോക്കിയപ്പോൾ അവിടെ ഈശ്വരനെ കണ്ടില്ല.
ശ്രീരാമനെ കണ്ടില്ല. അവർ നിലവിളിച്ച് തിരിച്ചുപോയി. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നത് എവിടെയാ? ഈ ഗുഹൻ്റെ അടുക്കലേക്കാണ്. അപ്പം സമാധാനം എന്താ? ഇവിടെ എൻ്റെ രാജ്യവും എന്നെയും രക്ഷിക്കൂ, ഇവിടെ ഞങ്ങൾക്കുള്ള അടുത്ത് തന്നെ നിന്ന് ഭഗവാൻ ശ്രീരാമൻ ഇക്കാര്യം നോക്കൂ, അടിയനായ എന്നെയും രാജ്യത്തെയും സംരക്ഷിച്ച് തരൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതിൽ പരം സൗഖ്യം ഒന്നും എനിക്കില്ല. ഇത്രയും സന്തോഷം ഭഗവാന് സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, സംവത്സരം 14 കഴിയണം വസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വസിക്കാൻ എനിക്ക് 14 വർഷം കഴിഞ്ഞേ പറ്റൂ. കാരണം വരം മേടിച്ചു പോയില്ലേ 14 വർഷത്തേക്ക്. അങ്ങനെയുള്ളൊരു വരമാണല്ലോ കൗസല്യാമ്മ അല്ല കൈകേയി പിതാവിന് കൊടുത്ത വാക്ക്. ആ വരം ചോദിച്ച് വാങ്ങിച്ചു പോയില്ലേ മകനെ ഇങ്ങനെ വിടണമെന്ന്. അതുകൊണ്ട് എനിക്ക് അതോടെ പറയുന്നില്ല. എനിക്കിവിടെ വസിക്കണമെങ്കിൽ, ഈ ഗ്രാമങ്ങളിൽ എനിക്ക് വസിക്കണമെങ്കിലും അന്യദത്തം ഭുജിക്കുന്നതും ഇല്ലെന്ന് മന്യേ വനവാസകാലം കഴിവോളം. മറ്റുള്ളവരുടെ ആഹാരങ്ങൾ കഴിക്കുന്നതോ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതോ 14 വർഷം കഴിഞ്ഞിട്ടേ ഒക്കുള്ളൂ എന്നിവിടെ തീരുമാനമായിരിക്കുവാണ്. അത് നീ കേൾക്കൂ സുഹൃത്തേ. രാജ്യം മമൈ തൽ ഭവാൻ. അതായത് എൻ്റെ രാജ്യമാണ്. ആര് പറയുന്നു? ഈ ഗുഹൻ പറയുന്നു. രാജ്യം മമൈ തൽ ഭവാൻ സഖിയല്ലോ. ഇത് എൻ്റെ രാജ്യമല്ലേ, ഭവാൻ എൻ്റെ സഖിയല്ലേ, സുഹൃത്തല്ലേ. പൂജനാം നീ പരിപാലിക്കുക സന്തതം. പൂജനായിരിക്കുന്ന അങ്ങ് തന്നെ ഈ രാജ്യം പരിപാലിക്കുക. എൻ്റെ രാജ്യമല്ലേ, എൻ്റെ സുഹൃത്തല്ലേ, അതുകൊണ്ട് പൂജ്യനല്ലേ അവിടുന്ന്. അതുകൊണ്ട് ഈ രാജ്യം പരിപാലിക്കൂ എപ്പോഴും സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരം ആശു നീ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച ഫലമൂലങ്ങളെല്ലാം അങ്ങ് കൈക്കൊള്ളണമേ, കാലേ കനുകൂടനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീരാമ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇതിൽ പല സന്തോഷം എനിക്കില്ല എങ്കിൽ കേൾക്കൂ. എനിക്ക് അന്യ ആൾക്കാരുടെ എന്ന് വെച്ചാൽ വനത്തിലെ ആഹാരം എനിക്ക് കഴിക്കാവൂ, ഗ്രാമങ്ങളിൽ വസിച്ചുകൂടാ, അന്യദത്തം മറ്റുള്ള തരുന്ന എനിക്ക് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കുണ്ഠവിഷമമായി. അതുകൊണ്ട് പറഞ്ഞു, കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരം. അതായത് വടവൃക്ഷത്തിൻ്റെ പാല്, പേരാലിൻ്റെ കറ. നമ്മൾ റബ്ബറും പാൽ എടുക്കുന്നത് പോലെ ആയിരിക്കും ഊഹിക്കാം. ആ പേരാലിൻ്റെ കറയാണ്, അത് പാലെന്ന് പറയും. അതുകൊണ്ട് ഗുഹന് വിഷമം വേണ്ട, കുണ്ഠഭാവം കളയൂ, ചെറിയ അല്പം പോലും വിഷമിക്കണ്ട. അതുകൊണ്ട് എനിക്ക് പേരാലിൻ്റെ കറയാകുന്ന ആ വടക്ഷീരം, അതായത് മരത്തിൻ്റെ പാല് നീ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കാരണം വിഷമമായി പോയി കൊണ്ടുവച്ച മധുഫലങ്ങളൊക്കെ കഴിക്കാത്തത് കൊണ്ടും മറ്റുള്ളവർ കൊടുക്കുന്ന കഴിച്ചുകൂടാ. 14 വർഷത്തേക്ക് ഗ്രാമവാസങ്ങൾ പാടില്ല, കാരണം വനത്തിലേ പാടുള്ളൂ. ഇത് വരുന്ന വഴിയല്ലേ, അപ്പോഴത്തേക്ക് ഇത്രയൊക്കെ അപ്പോൾ അവിടുന്ന് അയോധ്യയിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇതാണല്ലോ തീരുമാനം. പിന്നെ മറ്റുള്ളവരുടെ ഒന്നും കഴിച്ചുകൂടാന്നുള്ളതാണ്, വനത്തിൽ നിന്ന് കഴിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് സങ്കടമായതുകൊണ്ട് ഗുഹനോട് പറഞ്ഞു, കൊണ്ടുവരൂ വടക്ഷീരം. അങ്ങനെ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും. പെട്ടെന്ന് തന്നെ അദ്ദേഹം വടക്ഷീരം കൊണ്ട് ലക്ഷ്മണനോട് കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാധനം ആശ്രിതമായ തൽപ്പസ്ഥലേ പാനീയ മാത്രം ആശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. അങ്ങനെ പരമാത്മാവായ ശ്രീരാമൻ വടവൃക്ഷത്തിൻ്റെ ക്ഷീരവും കഴിച്ച് വൈദേഹിയോ പാനീയം മാത്രം കഴിച്ചിട്ട് അവിടുത്തെ വൃക്ഷമൂലെ പാനീയം മാത്രം കുടിച്ചു ദേവി. എന്നിട്ട് താനുമായി ശ്രീരാമനും ദേവിയും കൂടെ പള്ളിക്കുറുപ്പ്, എവിടെയാ സഹോദരൻ കൊണ്ട്, അതായത് ലക്ഷ്മണൻ കുറച്ച് ദർഭ ഇലകളെ കൊണ്ടുവന്ന് കിടക്ക വിരിച്ചു. അവിടെ വെളിയിൽ വനത്തിൽ കിടക്കണ്ടേ, അവിടെ മുറിക്കകത്തോ പായോ ഒന്നും വിരിച്ചുകൂടല്ലോ, വനത്തിൽ എങ്ങനെ കഴിയണം. അപ്പോൾ അവിടെ കല്ലും മുള്ളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തിയുണ്ടോ, അല്ലെങ്കിൽ വൃത്തി കാണും, പക്ഷേ തറ വെറും മണ്ണൊക്കെ അല്ലേ. അവിടെ കുറച്ച് ഇലകളും ദർഭപുല്ലൊക്കെ കൊണ്ടുവന്ന് അവിടെ വിരിച്ചു. അതിൽ വൃക്ഷമൂലയെ ഇവർ രണ്ടുപേരും ശ്രീരാമനും സീതയും അവിടെ കഴിഞ്ഞു ഉറങ്ങി. പള്ളിക്കുറുപ്പ് കൊണ്ടിടുന്ന, അതായത് ഉറക്കമായി. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ. ആ മാളികയ്ക്കകത്ത് എങ്ങനെയാ അയോധ്യയിൽ ശ്രീരാമൻ അവിടെ കഴിഞ്ഞുകൂടിയത്? മാളിക മുകളിൽ മൂർധനി മുകളിൽ
എങ്ങനെയാ നല്ല കട്ടിൽ മെത്തയിലൊക്കെ കിടക്കുന്നത് പോലെ തന്നെ അവിടെ എങ്ങനെയാ കിടക്കുന്നത് അതേ മനസ്സോടുകൂടി തന്നെ ഈ പച്ച ഇലകളൊക്കെ നിരത്തിനകത്ത് തറയിൽ വൃക്ഷച്ചുവട്ടിൽ അതുപോലെ തന്നെ മനസ്സോടുകൂടി തന്നെ കിടന്നു. അവിടെ കിടക്കുന്ന അതേ മനസ്സോട് ഒരു വിഷമവും കൂടാതെ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. അങ്ങനെ ലക്ഷ്മണനും ഗുഹനും അമ്പും വില്ലൊക്കെ എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ലക്ഷ്മണൻ. ആ വില്ലും അമ്പൊക്കെ എടുത്ത് ഗുഹനുമായിട്ട് അരികെ നിന്നു. കാരണം വെളിയല്ലേ, ഉറങ്ങാൻ പറ്റുമോ? മൃഗങ്ങളോ എന്തെങ്കിലും വന്ന് ഉപദ്രവിച്ചാൽ. അതുകൊണ്ട് ലക്ഷ്മണൻ എന്തിനാ പോയേക്കുന്നത്? ഭഗവാനെ ഉറങ്ങുമ്പം ആരുടെയും വിഷമങ്ങളോ ശല്യങ്ങളോ വന്നാലെങ്ങനെ, അതുകൊണ്ട് വില്ലും അമ്പുമൊക്കെ എടുത്ത് കൈക്കലാക്കി വെച്ചുകൊണ്ട് അവിടെ ഗുഹനുമായി രക്ഷിച്ചു നിൽക്കുന്നു. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്ന അതു കണ്ട് ആദിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ആകുലനായി കണ്ണുനീരോടുകൂടി തന്നെ ഗുഹൻ പറയുന്നു, വിഷമിച്ചു. കാരണം ലക്ഷ്മിയുടെ പതിയായ ശ്രീരാമ ഭഗവാൻ, ലക്ഷ്മി ഭഗവതിയായ സീതയും കൂടി, അപ്പം ലക്ഷ്മിപതിയുടെ രാമനാണെന്ന് ഗുഹന് മനസ്സിലായി. ഇത് ശ്രീരാമൻ ആള് ലക്ഷ്മിപതിയായ രാഘവസ്വാമിയാണ്, അതായത് ലക്ഷ്മിയുടെ ഭർത്താവാകുന്നു. ആ ലക്ഷ്മി ഭഗവതിയാണ് സീത. അത് അവർ രണ്ടുപേരുമാണെന്ന് ഗുഹന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെയുള്ള അവര് വൃക്ഷമൂലേ കിടക്കുന്ന അത് കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. കണ്ണുനീരുകൊണ്ട് അഥവാ ദുഃഖമായി ആകുലനായി. എന്താ ഇവിടെ കിടക്കുന്നത്? ആരാ? ഭഗവാനല്ലേ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവല്ലേ, ലക്ഷ്മി ഭഗവതിയല്ലേ സീത. അങ്ങനെ ഈ ഒരു പച്ച വിരിച്ച, അതായത് ഇലകളും ദർഭപുല്ലും വിരിച്ച ഈ മരച്ചുവട്ടിൽ തറയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അത്രമാത്രം കണ്ണുനീര് വാർത്തു. നമ്മൾ അങ്ങനെയാണോ? നമുക്കതുണ്ടോ? ഓർമ്മയുണ്ടോ? ഇത് വായിച്ചു പോയാൽ നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാണ് പരമാത്മാവ് നമുക്ക് വേണ്ടി. നമ്മൾ അന്നുണ്ടോ ഇല്ലയോ എന്നുള്ളല്ല, നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ നമ്മളും അന്നേ ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്നയോ ഒരു സമയത്ത് ഉണ്ടായതാണല്ലോ, ഇതുവരെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളെപ്പോലുള്ള സാധുഭക്തന്മാർക്കൊക്കെ ജീവിതത്തിന് വേണ്ടി ആണ് ഈ പരമാത്മാവ് ഈ ത്യാഗം സഹിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ മക്കളെ? നമ്മളിത് വായിക്കുമ്പോൾ ചിന്തിക്കണ്ടേ, പരമാത്മാവ് വന്നത് ഇത്രയെല്ലാം കഷ്ടപ്പാടും സഹിച്ച് 14 വർഷം ദുഃഖത്തിലാണ് എന്ന് ഗുഹൻ മനസ്സിലാക്കി. ഇത് ഈ വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ടപ്പോൾ ദുഃഖം കലർന്ന് ബാഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടില്ലയോ സഖേ. ശ്രീരാമൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലയോ സുഹൃത്തേ ലക്ഷ്മണ. പർണതൽപേ ഭുവി ദാരുമൂലെ കിടന്ന അർണോജനേത്രൻ ഉറങ്ങുമാറായതു. ഈ പർണതൽപ്പത്തിൽ ഈ ഇലകളിലും ദർഭപുലിലും ഈ ഭൂമിയിൽ ദാരുമൂല ഈ വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് ഈ പരമാത്മാവായ ശ്രീരാമൻ അർണോജനേത്രൻ ഉറങ്ങുമാറായതു. അത് കണ്ടീലേ സുഹൃത്തേ. കരഞ്ഞുകൊണ്ട് പറയുക, ബാഷ്പാകുലനായി പറയുക. എന്നിട്ട് സ്വർണതൽപേ ഭവനോത്തമി സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നം. മുമ്പ് എങ്ങനെയായിരുന്നു ഇന്നലെ വരെ? പുണ്യപുരുഷൻ ജനകാത്മജയോടും കൂടി, അതായത് ഈ പുണ്യപുരുഷനും ഈ സീതയോടും കൂടി സ്വർണതൽപ്പത്തിൽ, അതായത് മാളികയിൽ, ഭവനോ ഉത്തമേ സൽപുരേ നല്ല പുരത്തിൽ, സൽപുരം നല്ല ഭവനത്തിൽ സ്വർണതൽപ്പത്തിൽ പള്ളി ഉറക്കമായിരുന്നല്ലോ ഇന്നലെ വരെ മുന്നേ. അത് ഇപ്പോൾ ഇന്നിഹ, അപ്പം പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്ക സീമനി വനാന്തരേ. ഇപ്പോൾ ഇവിടെ പല്ലവ പല്യങ്ക ഈ ഇലകളിലും ഒക്കെ ഇങ്ങനെ വനാന്തരത്തിൽ, ഈ വനാന്തരമാണ് ഇവിടെ. ഈ വനത്തിൻ്റെ അറ്റത്ത് അന്തരത്തിൽ ഇങ്ങനെ ഇലകൾ വിരിച്ചും ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുന്നത് ഉറങ്ങുന്നത് ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ ഇങ്ങനെയെല്ലാം വരാനുള്ള അവസരം ഉണ്ടാക്കിയത്, ഇങ്ങനെ വന്ന് ഈ വനാന്തരത്തിൽ കിടക്കാനുള്ള ഈ വിഷമം ശ്രീരാമദേവനും സീതയ്ക്കും ഉണ്ടാക്കിയത്, കാരണഭൂതയായത് വന്നിതു കൈകേയി മന്ധര ചിത്തം ആസ്തയാ. ഇത് വന്നിതു കൈകേയി. എങ്ങനെ സംഭവിച്ചു? മന്ധരയുടെ മനസ്സുകൊണ്ട് കൊടുത്തു, മനസ്സുകൊണ്ട് ആക്ക് കൊടുത്തു, മറ്റവരുടെ കൈകേയിക്ക് കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം വരുത്താൻ മന്ധരയാണ് കാരണക്കാരി. അത് ചെയ്തതാരാ? കൈകേയി. മന്ധര ചിത്തം ആസ്തയാ കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ച ആളല്ലോ. മന്ധര മുഖാന്തരം കൈകേയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ആക്കിയത് ആളാരാ? അവരല്ലേ, കൈകേയല്ലേ, മന്ധരയല്ലേ. അങ്ങനെയാണല്ലോ എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ഗുഹൻ.
അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തം ആഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ അനുത്തരം പറയുന്നു. ലക്ഷ്മണൻ നല്ല ഉത്തരമാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഓ ശരിയാ, മന്ധര കൈകൈ ഇങ്ങനെയെല്ലാം സാധിച്ചു, ഇവർ എന്തൊരു ഭയങ്കരിയാ, പാപിയാ, നമ്മളങ്ങനെ പറയും. ഇവിടെ ലക്ഷ്മണൻ എന്താ പറഞ്ഞത്? കാരണം തലേന്ന് രാത്രി ലക്ഷ്മണൻ നല്ല വീര്യവാനായിട്ട് ധീരതയോടുകൂടി എല്ലാവരെയും വധിച്ചിട്ടായാലും തെറ്റ് ചെയ്താൽ ആചാര്യനെ ആയാലും ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ ലക്ഷ്മണനെ ശ്രീരാമൻ അന്ന് ഉപദേശിച്ചു. നല്ല ഉപദേശം കൊടുത്തതുകൊണ്ട് ലക്ഷ്മണൻ ഇവിടെ ഗുഹന് ഉപദേശം കൊടുക്കുക. ഒരു രാത്രി കൊണ്ട് ലക്ഷ്മണൻ നല്ലവനായി. എങ്ങനെയാ? ഉപദേശം കേട്ട് ശ്രീരാമൻ്റെ അത് ഹൃദയത്തിൽ പതിഞ്ഞു ലക്ഷ്മണനെ. അപ്പം ലക്ഷ്മണൻ പറയുന്നു, സത്വരം ഉത്തരം പറയുന്നു. അതിന് കേട്ട ഈ കൈകേയിയൊക്കെ അല്ലയോ ഇങ്ങനെ കാരണക്കാരെന്ന് ഗുഹൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നു, ഭദ്രമതേ ശൃണുമദ്വചനം. ഭദ്രമതേ, ഗുഹനോട് പറയുന്നത്, ഭദ്രമതേ ശൃണു, കേൾക്കൂ, മത് വചനം, എൻ്റെ വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. സുഹൃത്തേ, ഞാൻ പറയുന്നത് കേൾക്കൂ, രാമനാമം ജപിച്ചിടുക, എപ്പോഴും രാമനാമം ഭജിക്കൂ. കാരണം ലക്ഷ്മണന് മനസ്സിലായി സീത ദേവിയാണെന്നും ഭഗവതിയാണ്, ശ്രീരാമൻ പരമാത്മാവാണെന്ന്. ലക്ഷ്മണന് അന്ന് രാത്രിയിലാണ് അയോധ്യയിൽ വെച്ച് ഭഗവാൻ ഉപദേശം കൊടുത്തു. നാരദ മഹാമുനി ചെന്നിരുന്നെന്നും ഇതെല്ലാം മനസ്സിലാക്കിയെന്നും ഇതിവിടെ വരേണ്ടുന്നതാണെന്നും ഈ കാനനവാസം വേണം, ദുഷ്ടനിഗ്രഹത്തിനാണ് വന്നതെന്നെല്ലാം പറയുകയും ഓരോ ഉപദേശങ്ങൾ ലക്ഷ്മണന് കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഈ സമയം ഇതല്ല പറയേണ്ടുന്നത്. കൈകേയി കുറ്റക്കാരി, കൈകേയെ പഴിക്കണ്ട, മന്ധരയെ പഴിക്കണ്ട, അതാണ് എൻ്റെ വാക്ക് കേൾക്കൂ, നമുക്ക് ശ്രീരാമനാമ മന്ത്രം ജപിക്കൂ എപ്പോഴും, അതാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീരാമദേവൻ ആരാണെന്ന് ബോധ്യമായി ലക്ഷ്മണന്. സഹോദരനായിട്ടാണ് നിന്ന് ആരെ വധിച്ചിട്ടാലും ഞാൻ ശ്രീരാമന് രാജ്യാഭിഷേകം ചെയ്യാൻ എനിക്ക് ശൗര്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്താ പറയുന്നത്? ശ്രീരാമനാമ മന്ത്രം ജപിക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഭഗവാനെ കൈവിടരുത്. അപ്പോൾ ഇവിടെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. എന്ത് ആപത്ത് വന്നാലും ഇതൊക്കെ നമുക്ക് വരേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് ഈശ്വരൻ വരുത്തുന്നതാണ് ഈ ദുഃഖങ്ങളും സുഖങ്ങളും നമ്മളെ നന്നാക്കാൻ. അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുക. രാമനാമോ കൃഷ്ണനാമോ ഏത് മന്ത്രമായാലും പരമാത്മാവിനെ പറ്റി തന്നെയാണ്. അതുകൊണ്ട് ഭദ്രമതേ ശൃണു, കേൾക്കൂ, മധുവചനം, എൻ്റെ വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. അത് നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. എന്താ എന്ന് നമുക്ക് ഇനി വായിക്കുമ്പോൾ എത്ര സമയം അങ്ങ് പോകും. നല്ല ഭാഗമാണ് ഇനി പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, ആരും ആർക്കും സുഖമോ ദുഃഖങ്ങളൊന്നും ആരാലും കൊടുക്കാൻ സാധ്യമല്ല. ഇതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇത്. വേണ്ടുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയാൽ നമുക്കിതിൽ പരം വേറൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതൊക്കെ നമ്മൾ പാഠമാക്കണം. ഇത് പാഠമാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനായി മാറുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം ഭവിക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കും രാമനാമം ജപിക്കാം സന്തതം എപ്പോഴും. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.